ഹായ്, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ ദം ബിരിയാണിയാണ്. വളരെ ഈസിയാണ്, പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറി ബിരിയാണിയാണ്. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ഞാൻ കോളിഫ്ലവർ ഒരു 250 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, പൊട്ടാറ്റോ, ബീൻസ് എല്ലാം 100 ഗ്രാം വീതം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 വെല്ലുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് നേരിയതായിട്ട്. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു അര കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, പിന്നെ പച്ചപ്പട്ടാണി. ഇത്രയും സാധനം റെഡിയാക്കിയിട്ട് വയ്ക്കുക. നമ്മൾ ആദ്യം മസാല ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ജാവിത്രി, പിന്നെ നട്ട്മെഗ്, ജാതിക്ക, പിന്നെ ബേ ലീഫ് ഒരെണ്ണം, പിന്നെ സിനമൺ സ്റ്റിക്ക് 2 പീസ്, പിന്നെ കാർഡമം 5 എണ്ണം, പിന്നെ സ്റ്റാർ അനീസ് 1, പിന്നെ ജീരകം 1 ടീസ്പൂൺ, പെരുംജീരകം 1 ടീസ്പൂൺ, പിന്നെ ബേ ലീഫ് 1, പിന്നെ ഗ്രാമ്പു 5 എണ്ണം, പിന്നെ വറ്റൽമുളക് ഒരു 5 എണ്ണം. ഇത്രയും ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നല്ല മണം വരുന്നവരെ ഡ്രൈ റോസ്റ്റ് ചെയ്യുക. എന്നിട്ട് കൂൾ ചെയ്യാൻ വെക്കുക. എന്നിട്ട് അത് പൊടിച്ചെടുക്കുക. ഒരു പാൻ വെക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ ഗീ ഒഴിക്കുക. 1/4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടായി വരുമ്പോൾ നമ്മൾ ഉള്ളി അതിലേക്കിടും. ഉള്ളി നല്ല ഡാർക്ക് ബ്രൗൺ ആവുന്നവരെ നമ്മൾ സോട്ട് ചെയ്യണം. ഡ്രൈ ആയിരിക്കണം, ഡാർക്ക് ബ്രൗൺ ആയിരിക്കണം. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആകുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. എന്നിട്ട് നല്ല ഡാർക്ക് ബ്രൗൺ ഡ്രൈ ആവുന്നവരെ അത് സോട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണേൽ ഒനിയൻ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ അത് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇതിലധികം എണ്ണ ഉണ്ടാവില്ല. ഇനി നമുക്ക് മസാല മാരിനേഷൻ ഉണ്ടാക്കാം. അതിനായിട്ട് കേർഡ്, തൈര് ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അതിനകത്തൊന്ന് വിസ്ക് ചെയ്ത് സ്മൂത്താക്കി എടുക്കുക, ലംസ് ഇല്ലാതെ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ബിരിയാണി മസാല ഒരു 3 ടീസ്പൂൺ, അല്ലെങ്കിൽ 2 ടീസ്പൂണോളം മതി. നിങ്ങൾക്ക് എത്ര മസാല വേണോ അത്രയും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് പുതിന ഇല അതിലേക്ക് ചേർക്കുക. പിന്നെ നമ്മൾ വഴറ്റി വെച്ചേക്കുന്ന ഉള്ളി ഡാർക്ക് ബ്രൗൺ ആക്കിയിട്ട് അതിൻ്റെ ഒരു പകുതി അതിലേക്ക് ഇടുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക തൈരിൻ്റെ കൂടെ. പിന്നെ നമ്മളുടെ പച്ചക്കറികളെല്ലാം അതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ആ മസാലയായിട്ട് യോജിപ്പിച്ചെടുക്കുക. നല്ല മാരിനേറ്റ് ചെയ്യുക. പിന്നെ അവസാനം പച്ചപ്പട്ടാണിയും പിന്നെ കുറച്ച് കശ്മീരി ചില്ലിയും ചേർത്തിട്ട് വീണ്ടും ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അത് 1/2 മണിക്കൂർ മാറ്റി വയ്ക്കുക മസാല പിടിക്കാനായിട്ട്. നമുക്ക് ചോറ് വയ്ക്കാം. അതിനായിട്ട് കുറച്ച് വെള്ളം, ജീരകം, ഉപ്പ്, പിന്നെ 2 ബേ ലീഫ് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച് വന്നു കഴിഞ്ഞാൽ ബസ്മതി അരി ഇടുക. ഞാൻ അവിടെ 1.5 കപ്പാണ് കഴുകി എടുത്തേക്കുന്നത്. എന്നിട്ട് അത് എത്രയാണോ വേവ്, ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് അത് വേവിക്കുക. അധികം വേവാതെ നോക്കണം, കുഴഞ്ഞു പോകരുത്. എന്നിട്ട് വെള്ളം ഊറ്റിയിട്ട് മാറ്റി വയ്ക്കുക. നമ്മൾ വേറൊരു പാൻ എടുക്കും. എന്നിട്ട് ഗീ ഒഴിക്കും, കുറച്ച് എണ്ണ ഒഴിക്കും. അത് ചൂടായി വരുമ്പം നമ്മൾ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർക്കും. അത് സോട്ട് ചെയ്ത് അത് നന്നായിട്ട് മൂപ്പിക്കുക, ഒരു പച്ചമണം മാറുന്നവരെ. അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ മസാല അതിലേക്ക് ആഡ് ചെയ്യുക. നമ്മുടെ വെജിറ്റബിൾസ് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതിലേക്ക് ആഡ് ചെയ്യുക.
എന്നിട്ട് ഒന്ന് സോട്ട് ചെയ്യുക ഒരു 10 മിനിറ്റ്. എന്നിട്ട് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിക്കുക. അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല. കുറച്ചൊരു 1/4 കപ്പ് വെള്ളം അതിലേക്ക് ആഡ് ചെയ്യുക. അത് വേവാൻ മാത്രമുള്ള വെള്ളം, അടി പിടിക്കാതിരിക്കാൻ. എന്നിട്ട് കവർ ചെയ്ത് ഒരു 30 മിനിറ്റ് വേവിക്കുക. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ മസാല റെഡിയായി വന്നിട്ടുണ്ട്. ബിരിയാണി ഇനി ലെയർ ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പാത്രം എടുക്കുക. അതിൻ്റെ ഏറ്റവും അടിയിൽ ഗീ ഒഴിക്കുക. പിന്നെ കുറച്ച് റൈസ് ഇടുക. പിന്നെ കുറച്ച് മസാല ഇടുക. പച്ചക്കറി എല്ലാം കുറച്ചിടുക. പിന്നെയും വീണ്ടും ലെയർ ചെയ്യുക. റൈസ് വെച്ചിട്ട് വീണ്ടും ബിരിയാണി മസാല ഇടുക. പിന്നെയും കുറച്ച് റൈസ് ഇടുക. പിന്നെ കിസ്മിസും അണ്ടിപ്പരിപ്പും അതിലേക്ക് തൂവുക. വീണ്ടും അതിൻ്റെ മുകളിൽ പച്ചക്കറി ഇടുക. പിന്നെ റൈസ് ഇട്ടിട്ട് ലെയർ ചെയ്യുക. എന്നിട്ട് നമ്മൾ കിസ്മിസ് അണ്ടിപ്പരിപ്പ് എല്ലാം അതിലേക്ക് തൂവും. പിന്നെ നമ്മൾ സാഫ്രൻ മിൽക്ക്, നല്ല ചൂട് പാലിൽ കുറച്ച് സാഫ്രൻ സ്ട്രാൻസ് ഇട്ടിട്ട് അത് ഒഴിക്കുക അതിലേക്ക്. പിന്നെ നെയ്യ് അതിലേക്ക് ഒഴിക്കുക. കുറച്ച് നെയ്യ് ഒഴിക്കുക. പിന്നെ മല്ലിച്ചപ്പും പുതിനയിലയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. എന്നിട്ട് ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് അത് കവർ ചെയ്യുക. എന്നിട്ട് മൂടി വയ്ക്കുക. എന്നിട്ട് നല്ല അടിത്തട്ട് നല്ല കട്ടിയുള്ള പാത്രം എടുക്കുക. എന്നുവെച്ചാൽ അതിൻ്റെ മുകളിൽ 30 മിനിറ്റ് ദമ്മിടുക, ഏറ്റവും ലോ ഫ്ലെയിമിൽ. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞു. അപ്പം ഇതാണ് നമ്മുടെ വെജിറ്റബിൾ ദം ബിരിയാണി. അപ്പോൾ ഈ ദീപാവലിക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ളൊരു ദം ബിരിയാണിയാണ് വെജിറ്റബിളിൻ്റെ. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.